الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله لقوي عزيز സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 57-ാമത്തെ അധ്യായം അൽ ഹദീദ്, അതിലെ 25-ാമത്തെ വചനമാണ് ഞാൻ ഓതി വെച്ചത്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, തീർച്ചയായും നാം നമ്മുടെ പ്രവാചകന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അയച്ചിരിക്കുന്നു. വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ, അവരോടൊപ്പം നാം വേദഗ്രന്ഥത്തെയും മീസാനെയും തുലാസിനെയും നാം അയക്കുകയും ചെയ്തിരിക്കുന്നു. ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായി നിലകൊള്ളുവാൻ വേണ്ടി. വഅൻസൽനൽ ഹദീദ, നാം ഇരുമ്പിനെ ഇറക്കുകയും ചെയ്തിരിക്കുന്നു. ഫീഹി ബഅസുൻ ശദീദും വമനാഫിഉ ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് പ്രയോജനങ്ങളുണ്ട്, കഠിനമായ ആയുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. വലിയഅലമല്ലാഹു മൻ യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബ്, എന്തിനാണ് അത് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ പ്രവാചകന്മാരെയും അദൃശ്യമായി സഹായിക്കുന്നവർ ആരാണ് എന്നറിയാൻ വേണ്ടി. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലഖവിയ്യുൻ,
ശക്തനാണ്, അസീസുൻ പ്രതാപശാലിയുമാകുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. മനുഷ്യ സമുദായം നീതിയും നെറിയും അനുസരിച്ച് നിലകൊള്ളുന്നതിന് ആവശ്യമായ തെളിവുകളും ലക്ഷ്യങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും സഹിതം വേദഗ്രന്ഥങ്ങളും നീതിയുടെ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളാകുന്ന തുലാസുകളും കൊണ്ടാണ് ഓരോ കാലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ച് അയച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെയും കുഴപ്പത്തിനും അക്രമത്തിനും അരാജകത്വത്തിനും അനീതിക്കും മുതിരുന്നവരെ ബലം പ്രയോഗിച്ച് ഒതുക്കി നിർത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ അതിനുള്ള ഉപാധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി. അതിനാണ് ആയുധവുമായി ബന്ധപ്പെടുത്തി ഇരുമ്പിന്റെ പരാമർശം ഇവിടെ വന്നിരിക്കുന്നത്. മനുഷ്യന്റെ ദൈനംദിന ആവശ്യങ്ങളിൽ ഇരുമ്പിന്റെ ഉപയോഗം ധാരാളമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ആയോധന വേളയിൽ ഇരുമ്പിന്റെ ഉപയോഗം പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ഈ രൂപത്തിലുള്ള ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഭൂമിയിൽ അല്ലാഹു ഇരുമ്പിനെ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. അതുപോലെ നീതി നിഷേധിക്കുന്ന ദുശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം ആവശ്യമാണ് എന്ന സന്ദേശവും ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ വചനത്തിലെ 2 വാക്കുകൾ പ്രത്യേകിച്ച് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്ന് മീസാൻ എന്ന വാക്കാണ്. മീസാൻ എന്ന വാക്കിന് സാധാരണയായി സാധനങ്ങളൊക്കെ തൂക്കിക്കണക്കാക്കുന്ന തുലാസിന് മീസാൻ എന്ന് പറയാറുണ്ട്. അതുപോലെ നമുക്കാർക്കും പരിചയമില്ലാത്ത ഒരു മീസാൻ അല്ലാഹു പറയുന്നുണ്ട്. അത് മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ നന്മയും തിന്മയും തുലനം ചെയ്യുന്ന തുലാസാണ്. ഇതിനൊക്കെ മീസാൻ എന്നുള്ള പ്രയോഗമാണ് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് സാധനങ്ങൾ തൂക്കിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 5ഓളം സ്ഥലങ്ങളിൽ ഈ പ്രയോഗം നടത്തിയിട്ടുണ്ട്. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. നിങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം ജനങ്ങൾക്ക് അളന്നു കൊടുക്കുന്നതും തൂക്കിക്കൊടുക്കുന്നതും എന്ന് അവിടെ പ്രയോഗിച്ച വാക്കാണ് മീസാൻ. അവിടെയും കാണാം. അതുപോലെ തന്നെ സത്യവും അസത്യവും ന്യായവും അന്യായവും കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡമായിട്ട് വിശുദ്ധ ഖുർആൻ മീസാനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ പ്രയോഗമാണ് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന എന്ന് ഇവിടെ പറഞ്ഞത്. മറ്റൊന്ന് മീസാനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രാപഞ്ചിക വ്യവസ്ഥയിൽ ആകമാനം ദൃശ്യമാകുന്ന സന്തുലിതത്വം, ഏറ്റപ്പറ്റില്ലാത്ത നിലയിൽ ഏത് കാര്യത്തിലുമുള്ള സന്തുലിതത്വം, അതിൽ ക്രമക്കേട് വരുന്നതോടുകൂടി എല്ലാ രംഗത്തും താളപ്പിഴവുകൾ സംഭവിക്കും. അങ്ങനെ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ അല്ലാഹു കൂട്ടിയിട്ടുള്ള സന്തുലിതത്വത്തിന്റെ സൽഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് മനുഷ്യരായ നമ്മളൊക്കെ ജീവിക്കുന്നത്. എങ്കിൽ ആ മനുഷ്യൻ തൻ്റെ ജീവിത വ്യവഹാരങ്ങളിൽ ആകമാനം ആ സന്തുലിതത്വം അഥവാ നീതി നിലനിർത്താൻ ബാധ്യസ്ഥനാണ് എന്നുള്ള സന്ദേശമാണ് ഈ വചനത്തിലൂടെ നൽകുന്നതെന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ ഈ സന്തുലിതത്വത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തുർ റഹ്മാന്റെ ആദ്യ ഭാഗത്താണ്. എല്ലാവർക്കും അറിയാം. വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. 2-3 പ്രാവശ്യം ആ മീസാൻ എന്നുള്ള വാക്ക് അവിടെ അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. അത് 3ഉം സന്തുലിതത്വവുമായി ബന്ധപ്പെടുന്നത് തന്നെയാണ്. വേറൊരു വ്യാഖ്യാനവും നമുക്ക് അതിന് കാണാൻ കഴിയില്ല. കാരണം എന്താ? ആകാശത്തെ അല്ലാഹു ഉയർത്തി, എന്നിട്ട് അതിനൊരു മീസാൻ അവൻ നിശ്ചയിച്ചു. ആ മീസാനിൽ നിങ്ങൾ കൈകടത്തരുത്. അങ്ങനെ കൈകടത്തി കഴിഞ്ഞാൽ താളപ്പിഴവുകൾ സംഭവിക്കും. പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന, പ്രകൃതിയിൽ സംഭവിക്കുന്ന പലതും ഒക്കെ നമ്മളൊക്കെ പറയാറില്ലേ, പഴയ മാതിരിയല്ല, കാലമൊക്കെ മാറിപ്പോയി എന്നൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട്. മഴ അതിൻ്റെതായ എല്ലാ അതിരുകളും ലംഘിച്ചു പോകുമ്പോൾ, തീരെ കിട്ടാതെ വരുമ്പോൾ, ഓരോ സ്ഥലങ്ങൾ ഉരുൾപൊട്ടലും ഗ്രാമങ്ങൾ തന്നെയും അങ്ങനെ തന്നെ ഒഴുകിപ്പോവുകയും മിന്നൽ പ്രളയമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഇവിടെ എല്ലാം മനുഷ്യന്റെ കൈകടത്തലുകൾ നിമിത്തമാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുകയും നിഗമനത്തിലെത്തുകയും ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു. അതാണ് അല്ലാ തത്ഗൗ ഫിൽ മീസാൻ എന്ന് പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കുക. എന്തിനാണത്? വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത്,
നീതിയിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം ഈ തുലാസ് നിങ്ങൾ നിലനിർത്തേണ്ടത്. ഒരിക്കലും മീസാനിൽ നിങ്ങൾ കമ്മി വരുത്തരുത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ കിതാബും മീസാനും എന്തിന്? ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായി നിലകൊള്ളാൻ വേണ്ടി എന്നാണ് അവിടെ പറഞ്ഞ ആ മീസാന്റെ പ്രയോഗം. ഇനി രണ്ടാമത്തെ വാക്ക് ഖിസ്താണ്. ഖിസ്ത് എന്ന വാക്കിനർത്ഥം സാധാരണയായി നീതി എന്നാണ് ആ വാക്കിനർത്ഥം പറയാറുള്ളത്. മറ്റൊരു വാക്കും കൂടിയുണ്ട് വിശുദ്ധ ഖുർആനിൽ നീതിക്ക് വേണ്ടി പ്രയോഗിക്കുന്നത്, അത് അദിലാണ്. ഇത് രണ്ടും 20ലധികം പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഖിസ്ത് എന്ന വാക്കും തുഖ്സിത്തു എന്ന വാക്കും അഖ്സിത്തു എന്ന വാക്കും ഇഅ്ദിലു എന്ന വാക്കും അദില് എന്ന വാക്കും ഒക്കെ രണ്ടും ഒരേ അർത്ഥത്തിൽ വരുന്ന ഈ രണ്ട് പദങ്ങളും 20ലധികം പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അപ്പൊ നീതി പാലനം എന്ന് പറയുന്നത് ഏത് രംഗത്തും ആവശ്യമാണ്. അതാണ് ഖുർആൻ വ്യക്തമായി പറയുന്നത്. നീതിയുടെ മതമാണ്, നീതിയുടെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അനീതി ഏത് തരത്തിലും ഏത് തലത്തിലും വന്നാലും അത് അംഗീകരിക്കുകയോ ഉൾക്കൊള്ളുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല. നീതിയാണ് ഇസ്ലാമിന്റെ ആത്മാവ്, നീതിയാണ് ഇസ്ലാമിന്റെ ആണിക്കല്ല്. പ്രവാചകന്മാരെ നിയോഗിച്ചതും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതും നിയമങ്ങൾ നൽകിയതും ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചതും എല്ലാം ആ നീതി നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു വേള നാം ഖുർആനിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ സമാധാനത്തെക്കാൾ കൂടുതൽ, സമാധാനം എന്ന ആശയം സ്ഫുരിക്കുന്ന വാക്കിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം നീതിയായിരിക്കും. പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. എന്താണ് അതിന് കാരണം? നീതി ഉള്ളിടത്തെ സമാധാനം ഉണ്ടാവുകയുള്ളൂ. നീതി ഉണ്ട് എങ്കിൽ പിന്നെ സമാധാനത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കുടുംബം, ഒരു 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 സംഘം, ഇവിടെ ഒക്കെ നീതികൾ ഉണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട്. നീതി ഉണ്ടെങ്കിൽ സമാധാനമുണ്ട്. ഇല്ലേ? അരാജകത്വമാണ്, അസമാധാനമാണ്. കുടുംബത്തിൽ അരാജകത്വമാണ്, അസമാധാനമാണ്. സംഘടനയിലെ സമാധാനമാണ്, പിന്നെ രാജ്യത്തെ സമാധാനമാണ്. അങ്ങനെ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നീതിയാണ് എല്ലാ സമാധാനത്തിന്റെയും നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രയോഗിക്കുന്നത്. അത് തന്നെയാണ് സൂറത്തുൽ ഹദീദിലെ ആ വചനവും. വീണ്ടും ഞാൻ സൂചിപ്പിക്കുകയാണ്, എന്തിനാണത്? ജനങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായി നിലകൊള്ളാൻ വേണ്ടിയാണ് മീസാനും ഗ്രന്ഥവും കിതാബും മീസാനും അവതരിപ്പിച്ചതെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ആ നിലയിൽ നാം പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മൾ അനീതി കൊടികുത്തി വാഴുന്ന സാഹചര്യങ്ങളിലൂടെയാണ് പലപ്പോഴും നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗങ്ങളിലും അനീതി കൊടികുത്തി വാഴുന്ന ഒരവസ്ഥ. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, ഭരണം, നീതിന്യായ വ്യവസ്ഥകൾ, ഇന്ന് വേണ്ട എല്ലാം നാം എടുത്തു നോക്കിയാൽ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അനീതിയുടെ ദംഷ്ട്രങ്ങളിൽ പിടയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പൊ ഇവിടെ മീസാൻ എന്ന വാക്ക് നമ്മൾ പറയുമ്പോൾ നമ്മളുടെയൊക്കെ നീതിന്യായ വ്യവസ്ഥയിൽ കോടതികളിലൊക്കെ സാധാരണ കയ്യിൽ ഒരു കണ്ണ് മൂടിക്കെട്ടിയിട്ട് കയ്യിൽ ഒരു തുലാസും പിടിച്ചിരിക്കുന്ന ഒരു പ്രതീകം നമ്മൾ കാണാറുണ്ട്. അതൊരു വല്ലാത്ത സന്ദേശമാണ്. എന്താണ് ആ സന്ദേശം? യഥാർത്ഥത്തിൽ നീതി നിലനിൽക്കണം ഏത് നിലയിലും എന്നാണ് ആ പഠിപ്പിക്കുന്നത്. അത് ഇന്ന് അങ്ങനെയാണോ എന്നുള്ളത് ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് നമ്മളാണ്. കണ്ണ് കെട്ടിയാണെങ്കിലും ശരി നീതി നിലനിർത്തണം എന്നതാണ് അതിന്റെ മെസ്സേജ്. എന്നാൽ ഇന്ന് കണ്ണ് കെട്ടി നീതി ഇല്ലാതാക്കണം എന്നുള്ളതിലേക്ക് അത് മാറിയോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അങ്ങനെ ആയി എന്ന് ഞാൻ പറയുന്നില്ല, അത് ആലോചിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെ നാം പറയുമ്പോൾ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യമെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാനും നിങ്ങളും ഒക്കെ, വിശ്വാസികളായ നമ്മളൊക്കെ എന്തിനാണ് ഈ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളും യാതൊരു കളങ്കമില്ലാത്ത വിശ്വാസവും ഉൾക്കൊണ്ടുകൊണ്ട് കഴിവിന്റെ പരമാവധി തെറ്റുകളിൽ നിന്ന് അകന്ന് ശരികളിലേക്ക് ചേർന്ന് നിന്ന് ജീവിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് തഖ്വ ആർജിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യം. അതാണ് എല്ലാത്തിലും, അതാണ് തഖ്വ ആർജിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ യാതൊരു പ്രാധാന്യവും പ്രാമുഖ്യവും നൽകാത്ത, ഒരു രംഗത്തും ശ്രദ്ധിക്കാതെ പോകുന്ന നീതിയെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് തഖ്വ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. രണ്ട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മളെ ഉണർത്തുന്നുണ്ട്. ഒന്ന് അൽ മാഇദയിലെ 8-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, സത്യവിശ്വാസികളെ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്,
നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷികളുമാകണം എന്നാണ് അവിടെ പറഞ്ഞത്. എന്നിട്ട് പറയുന്നു, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഏതെങ്കിലും ഒരു ജനതയോട് നിങ്ങൾക്ക് എന്തെങ്കിലും അമർഷമുണ്ടെങ്കിൽ അത് നീതി പാലിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ എന്ത് വേണം? ഇഅ്ദിലു, നീതി പാലിക്കണം. ഹുവ അഖറബു ലിത്തഖ്വ, തഖ്വയോട് ഏറ്റവും അടുത്തതാണ് നീതിബോധം. അപ്പൊ വെറും കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ചെയ്തു കൂട്ടുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു എന്ന് 5-ാം അധ്യായം മാഇദയിലെ 8-ാം വചനത്തിൽ പറഞ്ഞു എങ്കിൽ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 135-ാമത്തെ വചനത്തിൽ ഒരു ചെറിയ വ്യത്യാസത്തോടു കൂടി പറയുന്നത് ശ്രദ്ധേയമാണ്. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, വിശ്വാസികളെ കൂനു, നിങ്ങളാകണം ഖവ്വാമീന ബിൽ ഖിസ്ത്, കണിശമായി നീതി നിലനിർത്തുന്നവരാകണം. ശുഹദാ ലില്ലാഹ്, അള്ളാഹുവിന് സാക്ഷികളായി ജീവിക്കുന്നവരെന്നുള്ള നിലയിൽ, അള്ളാഹുവിന് സാക്ഷികളായ നിലയിൽ നീതിക്ക്, കണിശമായ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായി നിങ്ങൾ മാറണം. അത് വലവല അൻഫുസിക്കും, നിങ്ങൾക്ക് തന്നെ എതിരാണെങ്കിലും, അവിൽ വാലിദൈൻ, ഉപ്പക്കും ഉമ്മക്കും മാതാപിതാക്കൾക്കെതിരാണെങ്കിലും, വൽ അഖ്റബീന, അടുത്ത ബന്ധുക്കൾക്കെതിരാണെങ്കിലും ശരി, നീതി മുറുകെ പിടിക്കണം. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഇൻ യകുൻ വലിയൻ ഔ ഫഖീറ, കക്ഷി ആരോ, അവൻ ദരിദ്രനോ ധനികനോ ആരോ ആയിക്കൊള്ളട്ടെ, പിന്നെ ഫല്ലാഹു ഔലാ ബിഹിമാ, അല്ലാഹു ആണ് അവരുമായി ഏറ്റവും അടുത്തവൻ. വലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, നീതി പാലിക്കുന്ന വിഷയത്തിൽ തന്നിഷ്ടത്തെ ഒരിക്കലും പിൻപറ്റരുത്. വഇൻ തൽവു ഔ തുഇരിദു, നിങ്ങൾ വളച്ചൊടിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്താൽ ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു എന്ന് ഓർത്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇവിടെ ഒക്കെ പരാമർശിക്കുന്നത് ഏത് തരത്തിലും ഏത് തലത്തിലും നീതിക്ക് വേണ്ടി നിലകൊള്ളണം. എവിടം മുതൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുതൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്കർഹൻ എന്നുള്ള വിശ്വാസമാണ് നീതിയുടെ വിശ്വാസം. അവിടെ അനീതി കലരുന്ന എങ്ങനെയാ? അള്ളാഹുവിന് പുറമെ ആരെങ്കിലും ഉണ്ട് സഹായിക്കാൻ, ആരാധനക്കർഹരുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനക്കർഹരുണ്ട്, അല്ലെങ്കിൽ നേർച്ചകൾക്കർഹരുണ്ട് എന്നുള്ള നിലയിൽ ആരെങ്കിലും സങ്കല്പിച്ചാൽ അത് അനീതിയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് അതിമഹത്തായ അക്രമമാണ്, വലിയ അക്രമമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്, അനീതിയാണെന്നാ പറഞ്ഞത്. അവിടെ മുതൽ തുടങ്ങുന്നു കാര്യം, വിശ്വാസം മുതൽ തുടങ്ങുന്നു കാര്യം. തീരുന്നില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നീതിയുമായി ബന്ധപ്പെടുത്തിയിട്ടും മാത്രമേ സംസാരിക്കുന്നുള്ളൂ പരിശുദ്ധ ഇസ്ലാം. നിങ്ങൾ നോക്കുക, സ്വന്തം ശരീരത്തോട് നീതി പാലിക്കണം. വിശ്വാസം ഞാൻ പറഞ്ഞു. അടുത്തത് ഞാൻ പറയുന്നത്, നമ്മൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്വന്തം ശരീരത്തോട് നീതി പാലിക്കണം. ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ പോലും ശരീരത്തെ പീഡിപ്പിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സന്ദേശം. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്നും നോമ്പ് പിടിക്കും, എന്നും രാത്രി ഉറങ്ങാതെ നിസ്കരിക്കും. വിവരമറിഞ്ഞ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയെ വിളിച്ചു നിർത്തി ചെയ്യുന്ന താക്കീതാണ്, ഉണർത്തുന്ന ഉണർത്തലാണ്. വഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖ, നിനക്ക് നിന്റെ ശരീരത്തോട് ചില കടമകളുണ്ട്, അത് പാലിക്കണം. വഇന്ന ലിസൗജിക അലൈക ഹഖ്ഖ, നിനക്ക് നിന്റെ ഭാര്യയോട് ചില കടമകളുണ്ട്, അത് നീ പാലിക്കണം. വഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു, ആരോടൊക്കെ അവകാശമുണ്ടോ, ഉത്തരവാദിത്വമുണ്ടോ, ബാധ്യതയുണ്ടോ, അതെല്ലാം നീ നൽകിയിരിക്കണം എന്നുണർത്തിയ ഉണർത്തൽ. 3 സഹാബികൾ തീരുമാനമെടുക്കുന്നു. എന്ത്? ഞാൻ ഒരാൾ തീരുമാനിക്കുന്നു, ഞാൻ രാത്രിയിൽ ഉറങ്ങൂല, മുഴുവൻ സമയവും നിന്ന് നമസ്കരിക്കും. രണ്ടാമത്തെ ആള് തീരുമാനമെടുക്കുന്നു, ഞാൻ പകൽ എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കും, ഒരു ദിവസം പോലും നോമ്പനുഷ്ഠിക്കാതെ മാറിക്കൂല. സുന്നത്ത് നോമ്പാണ് പറയുന്നത്, ഫർദ് കുറിച്ചല്ല. അടുത്ത ആള് പറയുന്നതെന്നറിയോ? വിവാഹമൊന്നും വേണ്ട, സ്ത്രീയും വേണ്ട, അവളുമായിട്ടുള്ള ബന്ധവും വേണ്ട, അടുപ്പവും വേണ്ട, ഒന്നും വേണ്ട, അതും കൂടി ഞാൻ ആരാധനയ്ക്ക് മാറ്റിവെക്കും. അറിഞ്ഞ പ്രവാചകൻ അവരെ താക്കീത് ചെയ്തു. സംഭവം നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. എന്താണ് അതിൽ നിന്ന് നൽകുന്ന മെസ്സേജ്? എന്താണത് നൽകുന്ന സന്ദേശം? സ്വന്തം ശരീരത്തെ മറന്നുകൊണ്ട്
ആരാധനകൾ പോലും ഉണ്ടായിക്കൂടാ. അതൊക്കെ ഒരു തരം തീവ്രതയാണ്, അത് പാടില്ല. പഠിപ്പിച്ചു മതം. അവിടെയും നീതി തീരുന്നില്ല. കുടുംബത്തിലേക്ക് എന്നാലോ, കുടുംബത്തിലും വേണം നീതി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകണം, മക്കളും മാതാപിതാക്കളും തമ്മിലുണ്ടാകണം, സന്താനങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടായിക്കൂടാ. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം നമുക്കറിയാമല്ലോ. എന്റെ ഉപ്പ ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, എന്റെ മകൻ നുഅ്മാന് ഞാൻ ഒരു വിലപിടിപ്പുള്ള ഒരു ഒട്ടകം വാങ്ങിക്കൊടുത്തു എന്ന് സന്തോഷത്തോടു കൂടി പറയുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് വേറെ മക്കളുണ്ടോ? ഉണ്ട്. അവർക്കും കൊടുത്തിട്ടുണ്ടോ ഇതുപോലെ? ഇല്ല. തിരിച്ചു വാങ്ങത് എന്ന് നിർദ്ദേശിക്കുകയാണ് പ്രവാചകൻ ചെയ്തത്. കാരണം അത് അനീതിയാണ്. ഒരു മകനോട് ഒരു മകളോട്, അല്ലെങ്കിൽ മകനോട് പ്രത്യേക മമത, സ്നേഹം, മകളോട് സ്നേഹമില്ലായ്മ, അല്ലെങ്കിൽ 2 or 3 മക്കൾ ഉണ്ടെങ്കിൽ മൂത്തവനോട്, ഇളയവനോട്, നടുക്കുള്ളവനോട് ഇങ്ങനെയുള്ള ഒരു സമീപനം മക്കളോടുണ്ടായിക്കൂടാ. അനീതിയാണ്. ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ചെറിയ തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സംഭവ വികാസങ്ങൾ ഒരുപാട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം മാത്രം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവം മാത്രം അവിടെ നിൽക്കട്ടെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ കുടുംബത്തിൽ വേണം ഈ നീതി. ആരാധന മുതൽ വിശ്വാസം മുതൽ ഓരോന്നിലും ഉണ്ട്. ഇനി നിങ്ങൾ നോക്കുക, സംസാരത്തിലെ നീതി പാലിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. വൈദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ നീതി പാലിക്കണം. സംസാരത്തിൽ പോലും നീതി പാലിക്കണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്, അവർക്ക് മുറിവേൽപ്പിക്കരുത്, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്. അതുപോലെ തന്നെ നമ്മുടെ വാക്ക് കൊണ്ട് ഒരാളുടെ അവകാശം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ വരരുത്. അത്ര സൂക്ഷിക്കണം. വൈദാ ഖുൽതും ഫഅദിലു, സംസാരത്തിൽ പോലും നീതി പാലിക്കുക. ഇതാണ് ഖുർആൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരാള് പരിശുദ്ധ ഇസ്ലാം ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള അനുവാദം നൽകുന്നുണ്ട്. അവിടെ നോക്കുങ്ങൾ ഖുർആന്റെ പ്രയോഗം എന്താണെന്നുള്ളത്. അതിന് അനുവാദം നൽകി. അതുകൊണ്ട് ഇങ്ങനെ ഓടി നടന്ന് കെട്ടാനാണോ? അല്ല, മറിച്ച് അതിന് അനുവാദം നൽകിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, ഈ ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ, ഇണകളുണ്ടെങ്കിൽ, സ്ത്രീകളുണ്ടെങ്കിൽ, ഭാര്യമാരായിട്ടുണ്ട് എങ്കിൽ അവരോട് നീതി പാലിക്കുന്ന വിഷയത്തിൽ വല്ല പേടിയുണ്ടോ? ഒന്ന് മതി. അവിടെ പോലും നീതിയെ കുറിച്ചാണ് എടുത്തു പറയുന്നത് വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ എത്രയോ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അനാഥകളോട് നീതി പാലിക്കാൻ, അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് നീതി നിലനിർത്താൻ ശ്രദ്ധിക്കാൻ ഖുർആൻ അനുശാസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അളവും തൂക്കവും കച്ചവടത്തില് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രംഗ. നിസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ പോലും കച്ചവടത്തിൽ എന്തുമാകാമെന്നുള്ള മനോഭാവമാണ് അരുത്, ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണ്? അവിടെയും പറഞ്ഞു, വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്. ഔഫുൽ കൈല ഔഫുൽ മിക്യാല വൽ മീസാൻ വലാ തബ്ഖസുൻ നാസ അശിയാഅഹും. ഇതൊക്കെ ഖുർആന്റെ നിർദ്ദേശമാണ്, പാടില്ല. അവിടെ അത് അനീതിയാണ്. വൈലുൽ ലിൽ മുതഫിഫീൻ അല്ലദീന ഇദക്താലു അലൻ നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അവദനൂഹും യുഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. കച്ചവടത്തിൽ കമ്മട്ടും കാണിക്കുന്നവരോടാണ് ഖുർആന്റെ ചോദ്യം. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് നമസ്കരിക്കാത്തവനോടല്ല, നോമ്പ് പിടിക്കാത്തവനോടല്ല, അവരോടൊക്കെ ചോദ്യമുണ്ട്. പക്ഷെ കച്ചവടക്കാരനോടും അത് ചോദിച്ചിട്ടുണ്ട്. കച്ചവടത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നവർക്ക് നാശം. വൈലുൽ മുതഫിഫീൻ അല്ലദീന ഇദക്താലു അലൻ നാസി യസ്തൗഫൂൻ, ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അളന്നോ തൂക്കിയോ വാങ്ങുമ്പോൾ പൂർണ്ണമായെടുക്കും. 1000 ഗ്രാമിന് പകരം 1100 ഇങ്ങോട്ട് വരും. അങ്ങോട്ട് തൂക്കിക്കൊടുക്കുമ്പോൾ 1000 ഗ്രാമിന് പകരം 900 or 800 പോവുകയുള്ളൂ. ഇതാണ് കമ്മട്ടം, ഇതാണ് നീതിയാണ്. പടച്ചവൻ അറിയും ഇത്. നമുക്ക് പല പണികളും ചെയ്യാൻ കഴിയും. ശ്രദ്ധിക്കുക. നമ്മൾ ഇതൊക്കെ ചോദിച്ചതാണ്. അലായലുന്നു, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഓർക്കുന്നില്ലേ? ഉലൈക അന്നഹും മബ്ഊസൂൻ, അവരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരപ്പെടുമെന്നിൽ യൗമിൻ അളീം, ഭീകരമായ ഒരു ദിവസത്തേക്ക്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ജനങ്ങൾ മുഴുവനും റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന, പഞ്ചമുച്ചമടക്കി നിൽക്കുന്ന ആ സമയം കച്ചവടക്കാരനും വരും. അവൻ കാണിച്ച കമ്മട്ടത്തിന്, അവൻ ചെയ്ത അനീതിക്ക്,
അവൻ ചെയ്ത കൊള്ളത്തരത്തിന് തീർച്ചയായും അവൻ മറുപടി പറയാതെ ഒരു രക്ഷയുണ്ടാവില്ല. അങ്ങനെ വിശ്വാസവും തഖ്വയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ പോകുന്നത്. ഇനി നോക്കുക, ശത്രുക്കളുടെ ഭാഗത്താണ് നീതിയെങ്കിൽ ആ ശത്രുവിന്റെ ഭാഗത്താകണം ഉണ്ടാകേണ്ടത്. അല്ലാതെ ശത്രുവാണ് അവന് അനീതി ചെയ്തു കൊടുത്ത് കളയാമെന്ന് വിചാരിക്കാൻ പാടില്ല. ജൂതന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരുപാട് ഇപ്പോഴും നമ്മൾ മുസ്ലിം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഫലസ്തീനിലും ഗസയിലും ഒക്കെ ആ സാധുക്കളായ മനുഷ്യർ ഇപ്പോഴും അനുഭവിക്കുന്നത്, പട്ടിണി കിടന്ന് മരിക്കുന്ന, ഇതൊക്കെ നമുക്കറിയാം. അത്ര ക്രൂരന്മാരാണ്. മുമ്പത് ഞാൻ ചർച്ച ചെയ്താണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആ ജൂതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്ന ഒരു വചനമുണ്ട്, സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്തി ഫഇൻ ജാഊക ഫഹ്കും ബൈനഹും ഔ അയ്രിദ് അൻഹും വഇൻ തുഅ്രിദ് അൻഹും ഫലൻ യദുറൂക ശൈആ വഇൻ ഹക്കംത ബൈനഹും ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. സമ്മാഊന ലിൽ കദിബ്, ജൂതന്മാരെ പരിചയപ്പെടുത്തിയാണ് അല്ലാഹു. സൂറത്തുൽ മാഇദയിലെ 42-ാമത്തെ വചനം. അവര് കളവാണ് കൂടുതൽ കേൾക്കുക. സമ്മാഊന ലിൽ കദിബ് അക്കാലൂന ലിസ്സുഹ്ത്, അവര് തിന്നുകൂട്ടുന്നത് മുഴുവനും ഹറാമാണ്. ഹറാം ഒരുപാട് തിന്നുന്നവർ, കളവ് ഒരുപാട് കേട്ടുകൂട്ടുന്നവർ, ഇങ്ങനൊക്കെയാണ് അവർ. എന്നാലും ഫഇൻ ജാഊക, നിന്റെ അടുക്കൽ അവർ വന്നാൽ, ഒരു പ്രശ്നവുമായി വന്നാൽ, ഫഹ്കും ബൈനഹും, അവരുടെ നീ തീരുമാനമെടുക്കുന്നത്, നിനക്ക് തീരുമാനമെടുക്കാം. ഔ അയ്രിദ് അൻഹും, അല്ലെങ്കിൽ തീരുമാനമെടുക്കാതെ നിനക്ക് മാറി നിൽക്കാം. ഫഇൻ തുഅ്രിദ് അൻഹും, അവരിൽ നിന്ന് പിന്മാറുകയാണെങ്കിലോ, തീരുമാനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കുകയാണെങ്കിൽ, ഫലൻ യദുറൂക ശൈആ, നിനക്കൊരു ചുക്കും സംഭവിക്കാൻ പോണില്ല. പക്ഷേ വഇൻ ഹക്കംത ബൈനഹും, അവരുടെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് നീ തീരുമാനമെടുക്കാൻ, വിധി പുറപ്പെടുവിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം ആ തീരുമാനം. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു പിന്നെ നീതി പ്രവർത്തിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. സൂറത്തുൽ മാഇദയിലെ വചനമാണ്. അപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്ന നീതിയുടെ ആണിക്കൽ എത്രയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അതിന്റെ നട്ടൽ എത്ര മാത്രമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാലോ, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവിടെ ഒക്കെ നീതിയിൽ അധിഷ്ഠിതമായ തീരുമാനവും സുൽഹും ഒക്കെയാണ് നമ്മളിൽ നിന്ന് ഉണ്ടാക്കേണ്ടതും. കോടതികളിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു മറ്റൊരു വിഷയമാണ്, അതിലേക്ക് ഞാനിപ്പോ കടന്നു പോകുന്നില്ല. ഇന്ന് ആധുനിക ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ രക്ഷകർത്താക്കൾ കണ്ണുനീര് കുടിക്കുന്ന ഒരു രംഗമുണ്ട്. വിവാഹം കഴിച്ചയച്ചതിന് ശേഷം മാസങ്ങളോ ദിവസങ്ങളോ കഴിയുന്നതിന് മുമ്പ് പോയ പോലെ മകള് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്ന എത്രയോ ദുരവസ്ഥകൾ, എത്രയോ മാതാക്കളുടെ കണ്ണീരുകൾ നമ്മുടെ മുമ്പിലുണ്ട്. വല്ലാത്തൊരു ദുരവസ്ഥയാണത്. അതിലേക്കല്ല ഞാൻ കടക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് സുൽഹാണ്. പരമാവധി രഞ്ജിപ്പിന്റെയും യോജിപ്പിന്റെയും അടുപ്പിക്കലിന്റെയും മാർഗമാണ് കണ്ടെത്തേണ്ടത്. അത് അവിടെ അങ്ങനെയാണ് എങ്കിൽ, ഇനി രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, വിശ്വാസികളായ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഹുജറാത്തിലെ 9-ാമത്തെ വചനം, വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ശണ്ടയിലും പോരിലുമായി കഴിഞ്ഞാൽ അവരെ നിങ്ങൾ സുൽഹിലൂടെ നിങ്ങൾ നന്നാക്കി തീർക്കുക, അവരുടെ ഇടയിൽ നന്നാക്കുക. നന്നാക്കിയിട്ടും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് മെക്കിട്ട് കയറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, എല്ലാവരും കൂടി അവർ അല്ലാഹുവിന്റെ തീരുമാനത്തിലേക്ക് മടങ്ങി വരുന്നത് വരെ അവരോടാണ് പോരാടേണ്ടത്. എന്നിട്ട് അവരങ്ങനെ പോരാടി കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫാസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ൽ, അവിടെയും പറഞ്ഞതാ സുൽഹുണ്ടാക്കണം, പക്ഷേ നീതി അത്യാവശ്യമാണ്. വഅഖ്സിതു, നിങ്ങൾ നീതി പാലിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായും അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഈ പ്രയോഗം ഇല്ലാത്ത ഭാഗങ്ങളില്ല നീതിയെ പറ്റി പറയുമ്പോൾ. അല്ലാഹുവിന് ഇഷ്ടം നീതി പാലിക്കുന്നവരെയാണ്, അനീതി കാണിക്കുന്നവരെയല്ല. ഏത് രംഗത്തും അനീതി കാണിക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമല്ല. അവൻ നീതിമാനാണ്. അവന്റെ ശിക്ഷകളും രക്ഷയും അങ്ങനെ തന്നെയാണ് പരലോകത്ത്. വലാ യദ്ലിമു റബ്ബുക അഹദാ, നിന്റെ രക്ഷിതാവ് ഒരാളോടും അനീതി കാണിക്കൂല എന്ന് ഖുർആൻ അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഒരാളോടും അല്ലാഹ് നീതി കാണിക്കൂല. പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുത്ത് നരകക്കുണ്ടിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള സർവ്വശ്രമങ്ങളും നടത്തിയതിന് ശേഷമാണ് അള്ളാഹു ശിക്ഷയിലേക്ക് പോവുക. അതാണ് റഹ്മാൻ, അവനാണ് റഹീം.
അതാണ് നാം തിരിച്ചറിയേണ്ടത്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതാണ് അർ റഹ്മാനിർ റഹീം. ഇനി നോക്കുക, നമ്മുടെ ഇടയിലൊക്കെ മറ്റു മതസ്ഥരായ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരോടുള്ള സമീപനം എന്തായിരിക്കണം? പ്രത്യേകിച്ച് നമ്മളുടെ ഇടയിൽ ഒരുമിച്ച് ജീവിച്ചു പോകാൻ താല്പര്യപ്പെടുന്ന, നമ്മളിവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, അവരോടൊപ്പം നമ്മളും ജീവിക്കണമെന്ന് കൊതിക്കുന്ന, ഇവരെ പുറത്താക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അങ്ങനെയുള്ള കുറെ അധികം മനുഷ്യന്മാരുണ്ട് നമ്മുടെ ഇടയിൽ. അങ്ങനെയുള്ള ആൾക്കാരോട് എങ്ങനെയായിരിക്കണം? സൂറത്തുൽ മുംതഹിനിലെ 8-ാമത്തെ വചനം, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. അവിടെയും പറയുന്നു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും അതിന്റെ പേരിൽ നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്തവരും, അങ്ങനെ ചെയ്യുന്നവരോട് ഈ മനോഭാവം പറ്റില്ല എന്ന് തന്നെ തൊട്ടടുത്ത വചനം പറയുന്നുണ്ട്. അതവിടെ കേട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഈ നല്ല മനോഭാവത്തോടു കൂടി പെരുമാറി പരസ്പരം ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിഭാഗവും. അല്ലാത്തവരൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരോടുള്ള മനോഭാവം എന്തായിരിക്കണം? അന്തബറൂഹും, അവരോട് നിങ്ങൾ ബിറാണ് അവിടെ പറഞ്ഞത്, നന്മയോടുകൂടി പെരുമാറണം. വതുഖ്സിതു ഇലൈഹിം, അവരോട് ഖിസ്ത് ഉണ്ടാകണം, നീതി ഉണ്ടാകണം. കാരണം എന്തേ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതി പാലിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു തരത്തിലും ഒരു തലത്തിലും അനീതിയോട് സന്ധിയാകാൻ ഖുർആനില്ല, ഇസ്ലാമില്ല. പക്ഷേ ഇസ്ലാമോഫോബിയ തലയിൽ കയറിയവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. അതാണല്ലോ പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നീതിന്യായ വ്യവസ്ഥയിലും ഭരണ വ്യവസ്ഥയിലും ഒക്കെ നീതി മുറുകെ പിടിക്കാനാണ് ഇസ്ലാമിന്റെ നിർദ്ദേശവും ആഹ്വാനവും. എവിടെ നിന്നും വ്യതിചലിച്ച് നിൽക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു വിശുദ്ധ സൂറത്തുൽ ഹദീദിൽ പറഞ്ഞതുപോലെ കിതാബും മീസാനും ഹദീദും അള്ളാഹു ഇറക്കി തന്നത് ജനങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചിട്ടുള്ളത് എല്ലാ ജനങ്ങളിലേക്കും. അപ്പൊ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വിശ്വാസികളായ നാം ചിന്തിക്കുക. അതോടൊപ്പം തന്നെ തഖ്വയോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഖുർആൻ ഇതിനെ പറഞ്ഞിട്ടുള്ളത് എന്നതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു. എവിടെല്ലാം അസ്വാരസ്യവും അസമാധാനത്തിനും അരാജകത്വത്തിനും വഴിവെക്കുന്ന മേഖലകൾ ഉണ്ടാകുന്നുവോ അവിടെ ഒക്കെ നീതിയിൽ അധിഷ്ഠിതമായ തീരുമാനം എടുത്തുകൊണ്ട് സമാധാനത്തിന്റെ മേഖലയിലേക്ക് കടന്നു പോകുവാനുള്ള വ്യക്തമായ ശക്തമായ കുറ്റമറ്റ ആഹ്വാനമാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്നത്. അപ്പോൾ അത് ആദ്യം ഉൾക്കൊള്ളേണ്ടത് ഞാനും നിങ്ങളും തന്നെയാണ്, ഖുർആന്റെ അനുയായികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ആ ഭരണകൂടത്തിന് കീഴിൽ ഏതെല്ലാം വിഭാഗം ജനങ്ങളുണ്ടോ എല്ലാ വിഭാഗം ജനങ്ങളോടും ഒരേ മനോഭാവത്തോടു കൂടി പെരുമാറുമ്പോഴാണ് ആ നാട്ടിൽ നീതിയും സമാധാനവും ഉണ്ടായിത്തീരുക. ഇല്ലെങ്കിൽ അസമാധാനങ്ങൾ ഇങ്ങനെ മുളപൊട്ടി വരും. അതിപ്പം നീതി കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളായിരുന്നാൽ പോലും അവിടെയാണ് അത് ഉണ്ടാകേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ അനുഭവിച്ചറിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരേ കാര്യം രണ്ടുപേർ പറയുന്നു, ഒരേ കാര്യം രണ്ടുപേർ ചെയ്യുന്നു. അതിൽ ഒരാൾ എന്ത് വിഷം ചീറ്റിയാലും എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, വേറൊരാളാണെങ്കിലോ അപ്പൊ തന്നെ പിടിച്ചുകൊണ്ടുപോകും. ഇത് അനീതിയുടെ അങ്ങേ അറ്റമാണ്. ഇതാണ് അസമാധാനത്തിന്റെ മേഖല സൃഷ്ടിക്കുന്നത്. ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഇനി അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഉണ്ടായി അങ്ങനെ തന്നെ വന്നാലോ കൊണ്ടുപോയി ഒരു കരുതൽ തടങ്കൽ എന്ന് സുന്ദരമായ ഒരു പദം കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഇടും. വർഷങ്ങളോളം 15, 20, 25 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ മനുഷ്യന്റെ 10, 20, 25 കൊല്ലക്കാലത്തെ ആയുസ്സിന് ആര് മറുപടി പറയും?
ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങളാണ്. അതിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ നീതിക്ക് വേണ്ടി ശബ്ദിക്കണമെന്നും നീതിക്ക് വേണ്ടി പോരാടണമെന്നും നമ്മളോട് ഖുർആൻ നിർദ്ദേശിക്കുന്നതാ, അല്ല വേറൊന്നുമല്ല. അതുകൊണ്ടാണ് ആ ഒരു രൂപം, ആ ഒരു വചനം അങ്ങനെ സ്വീകരിച്ചിട്ടുള്ളത്. അത് തന്നെയുമല്ല, ശിക്ഷിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിലെ ശിക്ഷാവിധികളെ കുറിച്ച് മുമ്പ് ഒരു ദിവസം ഞാൻ പരാമർശിച്ചു, അതിലേക്കല്ല ഞാൻ പോകുന്നത്. ശിക്ഷിക്കുന്നതിന് മുമ്പ് തീർച്ചയായും ആ ശിക്ഷയ്ക്ക് വിധേയരാകാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. അവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ലോകത്ത് നീതിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്ന ഒരു പേരുണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ആ നീതിബോധം പഠിച്ചത് പ്രവാചകന്റെ പാഠശാലയിൽ നിന്നാണ്, ഖുർആനിൽ നിന്നാണ്. അത് ജീവിതത്തിൽ പകർത്താൻ ഒട്ടും മടിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു മോഷ്ടാവിനെ കൊണ്ടുവന്നു. മോഷ്ടാവിനെ കിട്ടിയ കൈവെട്ടലാണല്ലോ ഇസ്ലാമിലെ നിയമം. അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തിനാ മോഷ്ടിച്ചത്? നീ എന്താ മോഷ്ടിക്കാൻ കാരണം? പട്ടിണി കൊണ്ടാണെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വെറുതെ വിട്ടു, ഒരു നടപടിയും സ്വീകരിച്ചില്ല. അതാണ് സാഹചര്യം. കാരണം ഭരണാധികാരിയായിരിക്കുന്ന എൻ്റെ ഇടയിൽ, എൻ്റെ ജനങ്ങളുടെ ഇടയിൽ ഇത്തരം ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ബേജാറിലേക്കാണ് അദ്ദേഹം പോയത്. അതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ്. അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഈജിപ്തിൽ ഒരു ക്രിസ്തീയ വനിത, ഒരു വൃദ്ധയായ ഒരു സ്ത്രീ, ഒരു ക്രിസ്തീയ സ്ത്രീ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു പരാതി അയച്ചു. എന്താ പരാതി എന്നറിയോ? അങ്ങ് നിയോഗിച്ച ഭരണാധികാരികൾ എന്നുവെച്ചാൽ അവിടുത്തെ ഗവർണർ എന്റെ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു, പള്ളിയിലേക്ക് ചേർത്തു. ഇതാണ് പരാതി. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയോട് വിശദീകരണം ചോദിച്ചു, എന്താ കാരണം? അദ്ദേഹം പറഞ്ഞു, ഗവർണർ മറുപടി പറഞ്ഞു, ജനം കൂടി വന്ന് പള്ളിയിൽ സ്ഥലം കുറഞ്ഞു വന്നു, പള്ളി വിപുലീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമായി. ഈ സ്ഥലവും കൂടി കിട്ടാതെ പറ്റാത്ത ഒരു അനിവാര്യമായ ഒരു ഘട്ടം വന്നപ്പോൾ ആ സ്ത്രീയോട് പല സന്ദർഭങ്ങളിലും നിങ്ങൾ ഇവിടെ മാർക്കറ്റ് വില എന്താണോ അതിനപ്പുറം തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം അവരെ സമീപിച്ചു. പക്ഷെ അവരത് ചെവിക്കൊണ്ടില്ല. അങ്ങനെ അങ്ങോട്ട് പൊളിച്ച് പള്ളിയോട് ചേർത്തു. വെൽ ഡൺ ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല കേട്ടോ. ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റ മറുപടി മാത്രം. എന്താ മറുപടി എന്നറിയോ? ആ സ്ത്രീയുടെ പൊളിച്ചു മാറ്റിയ ആ സ്ഥലത്ത് ആ വീട് പുതുക്കി പണിത് കൊടുക്കുക, പള്ളിയിലേക്ക് ചേർത്തത് പൊളിച്ചു കളഞ്ഞേക്കുക. ഇതാണ് ഇസ്ലാമിന്റെ നീതി. ഇതായിരുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ നീതിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇന്ന് ആർക്കും കഴിയില്ല, ആലോചിക്കാൻ കഴിയില്ല, ഇതിന്റെ ഓരത്തോടെ നടക്കാൻ കഴിയൂല. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന നീതി. ഈ നീതിബോധത്തിന്റെ വാക്താക്കളാണ് നമ്മളാകണം. അപ്പൊ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരുപാട് പരിഹാരങ്ങൾ വ്യക്തിജീവിതം മുതൽ അങ്ങോട്ട് ഏതൊക്കെ മേഖലകളിലുണ്ടോ അവിടെ ഒക്കെ നമുക്ക് അതിന്റെ പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഈ ഖുർആൻ വചനങ്ങളും ഈ ചരിത്രവും ഈ അധ്യാപനങ്ങളും ഒക്കെ എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണോ ആ സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായും ഉൾക്കൊണ്ട് കുറ്റമറ്റ ജീവിതം നയിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ ഇന്ന് 2ാമത്തെ വെള്ളിയാഴ്ചയാണ് ഈ മാസത്തെ. സാധാരണ നമ്മൾ 2ാമത്തെ വെള്ളിയാഴ്ച ഒരു കളക്ഷൻ നടത്താറുണ്ട്, ഇങ്ങനെ ആഹ്വാനം ചെയ്തിട്ട് പറഞ്ഞിട്ട്. ഇപ്പൊ അത് 2-3 മാസമായി ചെയ്തിട്ടില്ല. കാരണം ചില്ലറ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നൽകുന്നുണ്ട്. അള്ളാഹു അത് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മളുടെ റിലീഫ് ഫണ്ട് വളരെ ശൂന്യമായി കൊണ്ടിരിക്കുകയാണ്, ആവശ്യക്കാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കളക്ഷനിൽ കഴിവിന്റെ പരമാവധി എല്ലാവരും ഒന്നും കൂടി ഒന്ന് മനസ്സറിഞ്ഞ് ചെയ്യണം. നിങ്ങളുടെ കളക്ഷനിൽ നിങ്ങൾ പങ്കുചേരണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾ പൂർണ്ണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പോരായ്മകൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്കും ഇന്നിന്റെയും ഇടയിൽ നാം അറിയുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന പലരും
നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അല്ലാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പ്രദേശത്തിനും നാം ജീവിക്കുന്ന സാഹചര്യത്തിനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ നന്മകളും ചൊരിഞ്ഞു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. സർവ്വപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.